ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാവുവിൻ്റെ ഒനിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിലിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഞാനൊരു 6 months എബോ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഷെയർ ചെയ്യുന്നൊരു റിവ്യൂ ആണ്. അപ്പോൾ ഈ ബോട്ടിലെന്ന് പറയുന്നത് 200 ml ബോട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങുന്നത് 200 ml ആണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഹെയർ ഫോള് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ പിടിച്ച് നിർത്തിയ പോലെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിൽക്കും കേട്ടോ ഹെയർ ഫോള്. എൻ്റെ ഹെയർ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ 2 ബോട്ടിലും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 4 ബോട്ടിലോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബോട്ടിലിന് ഓർഡർ ചെയ്ത സമയത്താണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതായത് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോള് വന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇത് ഓർഡർ ചെയ്ത് യൂസ് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ശരിക്കും എൻ്റെ ഹെയർ ഫോള് കൺട്രോളായി. അതായത് ഒരു മുടി പോലും പൊഴിയാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായി. അതിനുശേഷം ഗ്രോത്തും തുടങ്ങി. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല. വീക്ക്ലി ഒരു 2 times അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 2 to 3 times ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതായത് ഇതുപോലെ ഒരു ക്യാപ്പാണ്, അതൊന്ന് പൊട്ടിപ്പോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട്. അധികം സ്മെല്ലെന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ചെറിയൊരു സ്മെല്ലല്ല. അത് ആ ഓനിയൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ. സാധാരണ നമ്മൾ സവോള ഓയിൽ, ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ നമ്മൾ സവോള വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ആ ഒരു സവോളയുടെ ആ ഒരു മണം ഉണ്ടാവും, ആ ഉള്ളിയുടെ ഒരു മണം ഉണ്ടാവും. പക്ഷേ ഇതിന് അങ്ങനെയുള്ള മണമൊന്നുമില്ല കേട്ടോ. സവോളയുടെ സ്മെല്ലേ അറിയില്ല, ചെറിയൊരു സ്മെല്ലുണ്ട്. അത് നമ്മുടെ ബ്ലാക്ക് സീഡിൻ്റെയും ആ സവോളയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയൊരു മണം. അതങ്ങനെ ബോറായിട്ടുള്ളൊരു സ്മെല്ലല്ല, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലൊന്നും അല്ല, ഒരു ചെറിയ സ്മെല്ല് അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓയിലാണ് കണ്ടോ. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ തലയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 10 മിനിറ്റോളം നല്ലപോലെ മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു 1/2 hour കഴിയുമ്പോൾ ഞാൻ ലൈറ്റായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കഴുകിക്കളയും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചെടുത്ത് ഡെയിലി മസാജ് ചെയ്തെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ അധികം തലയിൽ ഓയിൽ അങ്ങനെ വെക്കാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതിലൊക്കെ കറക്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. കാരണം നിങ്ങൾക്ക് എൻ്റെ ബോട്ടിൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഒരു യൂസും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ബോട്ടിൽസ് വാങ്ങിച്ച് കൂട്ടില്ലല്ലോ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ 100 ml ബോട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസായിട്ട് നിങ്ങൾ വാങ്ങുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാനൊക്കെ ആണെങ്കിൽ 100 ml ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. അതിന് 265 രൂപയാണ്. ഒറിജിനൽ റേറ്റ് 100 ml 349 ആണ് കേട്ടോ. ഓൺലൈൻ ത്രൂ, ഞാൻ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ട് ത്രൂ വാങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുക. അതായത് 100 ml നമുക്ക് ഓൺലൈൻ ത്രൂ ആകുമ്പോൾ 265 രൂപയുള്ളൂ. ഇനി 200 ml 549 രൂപയാണ് ഒറിജിനൽ റേറ്റ്. നമ്മൾ ഫ്ലിപ്കാർട്ട് ത്രൂ വാങ്ങുമ്പോൾ 200 ml 329 രൂപയാണ്. പക്ഷേ ശരിക്കും വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് പണി ചെയ്യാനൊക്കെ മടിയുള്ളവർക്കും നമുക്ക് അതിൻ്റെ ശരിക്കും എല്ലാം ഒന്നും നമുക്ക് അവൈലബിളായിട്ട് കിട്ടില്ല. അപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യോന്നിയും നീലബൃങ്കാതിയും ഇതൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ തുളസിയിലയും അങ്ങനെയുള്ളതൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അബ്രോഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3-4 ബോട്ടിൽസ് നമുക്ക് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. കാരണം കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവുമല്ലോ, നെക്സ്റ്റ് തവണ വരുന്നത് വരെയൊക്കെയുള്ള അത് നമ്മൾ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ യൂസസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓയിലാണ്. ഞാൻ പല രീതിയിലുള്ള ഓയിൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലുള്ള ഓയിൽസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർത്തിലൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷേ എനിക്കൊന്നും അത്രയും എഫക്റ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇത് ശരിക്കൊരു വീഡിയോയിൽ കണ്ടിട്ട്, യൂട്യൂബിലൊരു വീഡിയോ കണ്ടതിന് ശേഷം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് പറയുന്ന കേട്ടിട്ട് ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മോൾക്കും യൂസ് ചെയ്യാറുണ്ട്. മോൾക്കിപ്പോൾ 7 years ആയി. ഞാൻ മോൾക്കും വീക്ക്ലി 2 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് നേരം
അങ്ങനെ ഇട്ട് വെക്കില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയും. ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ്, അല്ലെങ്കിൽ ട്വൈസ് ആണെങ്കിലും വീക്ക്ലി വൺസ് ആണെങ്കിലും മതി കേട്ടോ. നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് ഓയിൽ മസാജ് ചെയ്ത് വെക്കുക. എന്നിട്ട് വലിയ കോൾഡിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഹാഫ് ആൻ അവറൊക്കെ വെക്കുക കേട്ടോ. ഹാഫ് ആൻ അവറൊക്കെ നന്നായിട്ട് ടൈ ചെയ്ത് വെക്കുക. അതിനുശേഷം മൈൽഡായിട്ടൊരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. സൂപ്പർ പ്രോഡക്റ്റാണ്, 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ഹെയർ ഓയിൽസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെയർ ഓയിൽസ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആയുർവേദിക് ആയിട്ടുള്ളത്, നമ്മുടെ പച്ചിലകളൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാനുള്ളത്, മുത്തശ്ശിയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കൂട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓയിൽസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴോട്ടുള്ള എൻ്റെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതല്ല അപ്പോൾ അതിനൊന്നും സമയമില്ല, പെട്ടെന്നൊക്കെ ഒരു ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണല്ലോ. നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരും. നമുക്കിത് തിരക്കിയൊന്നും നടക്കണ്ട. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒനിയനും ബ്ലാക്ക് സീഡുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം വാവുവിൻ്റെ തന്നെ പല ടൈപ്പുള്ള ഓയിൽസ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒനിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിലാണ് കേട്ടോ. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എനിക്ക് തോന്നുന്നു 1-2 ടൈപ്പ് ഹെയർ ഓയിൽസ് ഉണ്ട് അതിൽ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ചേഞ്ച് ചെയ്ത് മാറ്റി വാങ്ങണ്ട. അപ്പോൾ ഇത് തന്നെ നോക്കുക. ഹെയർ ഫോൾ കൺട്രോളിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിയാണ്, നോൺ ഗ്രീസി ഹെയർ ഓയിലാണ്. സ്റ്റിക്കി ആവില്ല, ഗ്രീസി അല്ലാത്തൊരു ഹെയർ ഓയിലാണ്. ഇതിൽ ഒണിയനും ബ്ലാക്ക് സീഡും ആണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആൽമണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കോക്കനട്ട് ഓയിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് സവോള വെച്ചിട്ട്, ഉള്ളി വെച്ചിട്ട്, ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയൊക്കെ വെച്ചിട്ട്, വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊരു ഓയിലാണ്. ഇത് കുറച്ച് സിമ്പിളാണ്, നമുക്ക് അധികം പണിയെടുക്കാതെ കിട്ടും എന്ന് പറയില്ലേ. പണിയെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനും അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓയിൽസ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതിന് പകരം ജസ്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും